നമസ്കാരം. വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ വിരമിക്കണം, യുവതാരങ്ങൾക്ക് അവസരം കൊടുക്കണം. ഇതാണ് കഴിഞ്ഞ ഒരു മത്സരത്തിൽ വിരാട് കോഹ്ലി ആൻഡ് രോഹിത് ശർമ്മ പരാജയപ്പെട്ടപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കമൻസിൽ കണ്ട ഒരു അഭിപ്രായം. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ പോലും ഒരുപാട് പേര് അത് പറയുന്നതായിട്ട് കണ്ടു. സോ ആ ഒരു കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ അവർ വിരമിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമുക്ക് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കാം. അതായത് അവരുടെ 2023 മുതലുള്ള പെർഫോമൻസ്, അതുപോലെ തന്നെ ഇനി 2027 വേൾഡ് കപ്പ് വരെ ഇന്ത്യ കളിക്കാൻ പോകുന്ന ODI മത്സരങ്ങൾ, അതുപോലെ തന്നെ വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി പോലുള്ള ICC ടൂർണമെന്റ്സിലെ അവരുടെ പെർഫോമൻസ്, പോരാത്തതിന് അവർക്ക് പറ്റിയ റീപ്ലേസ്മെന്റ്സ് ഉണ്ടോ, അഥവാ ഉണ്ടെങ്കിൽ അത് ആരൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. നമുക്ക് ആദ്യം തന്നെ വിരാട് കോഹ്ലിയും തുടങ്ങാം. വിരാട് കോഹ്ലിയുടെ 2023 27 മത്സരങ്ങളാണ് വിരാട് കോഹ്ലി കളിച്ചത്. ആവറേജ് 72 99 സ്ട്രൈക്ക് റേറ്റ്. 2024 വരുമ്പോൾ വെറും 3 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. അവിടെ ആവറേജ് 19 കുറയുന്നുണ്ട്, സ്ട്രൈക്ക് റേറ്റ് 84. 2025 അതായത് ഈ വർഷം വിരാട് കോഹ്ലി 11 മത്സരങ്ങൾ കളിച്ചു, 33 ആവറേജ്, 82 സ്ട്രൈക്ക് റേറ്റ്. ഇനി ഇതേ കാലയളവിൽ രോഹിത് ശർമ്മയുടെ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 27 മത്സരങ്ങളാണ് രോഹിത് ശർമ്മ 2023 കളിച്ചത്, 52 ആവറേജ്, 117 സ്ട്രൈക്ക് റേറ്റ്. സ്ട്രൈക്ക് റേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം രോഹിത് ശർമ്മയുടെ കാര്യത്തിൽ. ഇനി 2024 3 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ, 52 ആവറേജ്, 141 2024 രോഹിത് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ്. ഇനി 2025 ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മത്സരങ്ങളിൽ 38 ആവറേജ്, 115 സ്ട്രൈക്ക് റേറ്റ്. അതിനകത്ത് ദുബായ് കണ്ടീഷൻസിൽ കളിച്ച മത്സരങ്ങളും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും ICC ടൂർണമെന്റ്സിലെ പെർഫോമൻസ് ഒന്ന് നോക്കാം. ഈ കാലയളവിൽ തന്നെ വേൾഡ് കപ്പ് 2023 വിരാട് കോഹ്ലി 11 മത്സരങ്ങൾ കളിച്ചു, 95 ആവറേജ്, 90 സ്ട്രൈക്ക് റേറ്റ്. അതേ വേൾഡ് കപ്പ് 2023 രോഹിത് ശർമ്മ 11 മത്സരങ്ങളിൽ 54 ആവറേജ്, 125 സ്ട്രൈക്ക് റേറ്റ് ODIയിൽ. ഇനി ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ 5 മത്സരങ്ങൾ 54 വിരാട് കോഹ്ലിയുടെ ആവറേജ്, 82 വിരാട് കോഹ്ലിയുടെ സ്ട്രൈക്ക് റേറ്റ്. ഇനി രോഹിത് ശർമ്മ 5 മത്സരങ്ങൾ 36 ആവറേജ്, 100 സ്ട്രൈക്ക് റേറ്റ്. സോ ഈ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന വിരാട് കോഹ്ലിക്ക് 2024 ചെറിയൊരു പെർഫോമൻസിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ 3 മത്സരങ്ങളെ കളിച്ചിട്ടുള്ളൂ. 3 മത്സരങ്ങൾ കൊണ്ട് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ഇനി 2025 നോക്കിയാലും ആവറേജിൽ കുറവുണ്ട്, 33 ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് 82. ഇനി രോഹിത് ശർമ്മയുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലും ആവറേജ് 38, സ്ട്രൈക്ക് റേറ്റ് 115 രോഹിത് ശർമ്മയുടെ. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവറോൾ ഇയർലി വൈസ് നോക്കുമ്പോൾ ആവറേജ് ഒക്കെ കുറവാണെന്നുണ്ടെങ്കിലും ICC ടൂർണമെന്റ്സിൽ ഇവരുടെ പെർഫോമൻസ് എപ്പോഴും ടോപ്പ് നോച്ച് ആണെന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കണം. ഈ ചാമ്പ്യൻസ് ട്രോഫി അടക്കം സെമി ഫൈനലിൽ വിരാട് കോഹ്ലിയും ഫൈനലിൽ രോഹിത് ശർമ്മയാണ് മാൻ ഓഫ് ദി മാച്ച് ആയത്. അതുപോലെ തന്നെ അവരുടെ പെർഫോമൻസും അതുപോലെ തന്നെയാണ്. നമ്പർ ഓഫ് മാച്ചസ് വളരെ കുറവായിരുന്നത് കൊണ്ട് തന്നെ ഇവരെ ജഡ്ജ് ചെയ്യാനായിട്ട് വളരെ പാടാണ്. പ്രത്യേകിച്ചും T20 അതുപോലെ തന്നെ പിന്നീട് ടെസ്റ്റിൽ നിന്നും അവർ വിരമിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ODIയുടെ മത്സരങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. ഇനി നമുക്ക് ഇവരുടെ നെഗറ്റീവ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ടുപേരും ഇവരുടെ ലേറ്റ് 30s ഉള്ളത്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻ്റെ പ്രശ്നങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടായി തുടങ്ങും. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ബാറ്റ്സ്മാൻമാർക്കും അത് ഉണ്ടാവുന്നതാണ്. അത് ഇവരുടെ ഫോമിനെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ പാറ്റേൺ ഓഫ് ഡിസ്മിസൽസ്. വിരാട് കോഹ്ലിക്ക് നമുക്കറിയാം 5th സ്റ്റംപിൽ വരുന്ന ബോളിനകത്ത് ബാറ്റ് വെച്ചിട്ട് ഇപ്പോൾ നമ്പർ ഓഫ് ടൈംസ് വിരാട് കോഹ്ലി ക്യാച്ച് ഔട്ട് ആയിരിക്കുന്നത് വളരെ ഹൈ ആണ്. അത് പ്രത്യേകിച്ച് സ്ലെപ്സിലും അതുപോലെ തന്നെ വിക്കറ്റ് കീപ്പറിനും ക്യാച്ച് കൊടുത്തിട്ട് ഔട്ടായിരിക്കുന്ന ഈ ഒരു കഴിഞ്ഞ 3 വർഷം വളരെ ഹൈ ആണ്. ഇനി രോഹിത് ശർമ്മയുടെ കേസിൽ വരുവാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് നിപ്പിൻ ചെയ്യുന്ന ബോൾസ്, അതായത് ഫാസ്റ്റ് ബോളേഴ്സിൻ്റെ ബോൾ അകത്തേക്ക് സ്വിങ് ഇൻ ചെയ്യുന്ന ബോൾസിന് ബൗൾഡ് ആവുന്ന പാറ്റേൺ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അത് കൂടുതലും ടെസ്റ്റ് ക്രിക്കറ്റിലാണ്. അങ്ങനെ കുറച്ച് പാറ്റേൺസ് ഇവർ രണ്ടുപേരിലും നമ്മൾ കണ്ടുവരുന്നുണ്ട്. അത് നമ്മൾ വിട്ടുപോകാനായിട്ട് പാടില്ല. എന്തായാലും അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഇവരുടെ റീപ്ലേസ്മെന്റ്സ് ഒന്ന് നോക്കാം. അതായത് രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിയും വിരമിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് ആണ് ഇന്ത്യക്ക് ഉള്ളത് എന്നുള്ളത്. സോ രോഹിത് ശർമ്മയുടെ റീപ്ലേസ്മെന്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ജയ്സ്വാൾ ആൻഡ് അഭിഷേക് ശർമ്മയാണ്. ജയ്സ്വാൾ നമുക്കറിയാം ഓൾ ഫോർമാറ്റ് പ്ലെയർ ആണ്. അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പെർഫോം ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അഭിഷേക് ശർമ്മ പക്ഷേ ODI ഫോർമാറ്റിൽ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അതിനുള്ളൊരു പ്രൂഫില്ല. ഇതുവരെ അതിനുള്ളൊരു പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് കണ്ടിട്ടില്ല. ഇനി വിരാട് കോഹ്ലിയുടെ റീപ്ലേസ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ്സ് ഉണ്ട്. വിരാട് കോഹ്ലിക്ക് നോക്കിയാൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള റീപ്ലേസ്മെന്റ്സ് ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ടെസ്റ്റിലടക്കം നമ്പർ 3 സായി സുദർശൻ ഇപ്പോൾ ഒന്ന് കളിച്ച് റെഡിയായി വരുന്നേ ഉള്ളൂ. ODIയിൽ എത്രത്തോളം പെർഫോം ചെയ്യുമെന്ന് നമുക്കറിയില്ല. റോ ടാലൻ്റ് ആണ്. ഇനി അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ സഞ്ജു സാംസൺ ആണ്. സഞ്ജു സാംസൺ ഓൾറെഡി സൗത്ത് ആഫ്രിക്കയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ODIയിൽ നല്ല ആവറേജ് ഉണ്ട്. എങ്കിൽ പോലും സെലക്ടേഴ്സിൻ്റെ കണ്ണിൽ സൗത്ത് ആഫ്രിക്ക വിരാട് കോഹ്ലിയെ മാറ്റിയിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന
അതും ഈ ഒരു സമയത്ത് പറ്റുന്നൊരു പ്ലെയർ ആണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. നമുക്ക് എല്ലാവർക്കും സഞ്ജു സാംസൺ കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപക്ഷെ വിരാട് കോഹ്ലി വിരമിക്കണം, രോഹിത് ശർമ്മ വിരമിക്കണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുമ്പോൾ അതിൻ്റെ പിന്നിലും പ്രത്യേകിച്ച് മലയാളികൾ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് പിന്നിൽ ഇങ്ങനെ ഒരു റീസണും കൊണ്ടുണ്ട്, സഞ്ജു സാംസൺ അവസരം കിട്ടും എന്നുള്ളത്. പക്ഷേ അങ്ങനെ വിരാട് കോഹ്ലിയോ രോഹിത് ശർമ്മയോ വിരമിച്ചാൽ പോലും സഞ്ജു സാംസൺ അവസരം കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ യാതൊരു ഉറപ്പും നമുക്കില്ല. കാരണം ധ്രുവ് ജുറേലാണ് ഇപ്പോൾ ODIയിൽ ഇപ്പോൾ കീപ്പറായിട്ട് സെക്കൻഡറി കീപ്പറായിട്ട് ഇന്ത്യയുടെ കൂടെ ഉള്ളത്. സോ അതിൻ്റെ കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും ഇതാണ് റീപ്ലേസ്മെൻറ്റ് ഓപ്ഷൻസ് പ്രൈമറി ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഏജ് ഫാക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് 2027 വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്ക് 40 വയസ്സാവും. വിരാട് കോഹ്ലിക്ക് 2027 വേൾഡ് കപ്പ് ആകുമ്പോഴത്തേക്ക് 39 വയസ്സാവും. അപ്പോൾ ഇവർക്ക് ഈ രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം, അതൊരു വലിയ ചോദ്യം തന്നെയാണ്. കാരണം അതൊരു ലോങ് റോഡാണ് ഇനിയുള്ളത്. അതായത് 2026 ഒരു വർഷം മൊത്തം കിടപ്പുണ്ട്. അത് കഴിഞ്ഞ് 2027 ഒക്ടോബർ നവംബറിലാണ് സൗത്ത് ആഫ്രിക്കയിൽ വേൾഡ് കപ്പ് വരുന്നത്. സോ ഇത്രയും സമയം ഇവർക്ക് ഫോം നിലനിർത്താൻ പറ്റുമോ, ഫിറ്റ്നസ് നിലനിർത്താൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് വലിയ ചോദ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സെലക്ടേഴ്സും ഇവരെ ഒരു 2027 വേൾഡ് കപ്പിലേക്കുള്ള രീതിയിൽ ഉറപ്പിച്ച് പറയാത്തത്. ഓൺ ദ ഗോയിൽ ഇവരുടെ പെർഫോമൻസ്, ഇവരുടെ ഫിറ്റ്നസ്സും ഒക്കെ വെച്ചിട്ട് സെലക്ടേഴ്സിനും വിലയിരുത്താൻ പറ്റും. ആർക്കും അങ്ങനെ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്കോ അവർക്ക് സ്വയമേ പോലും ഒരു ഉറപ്പ് പറയാനായിട്ട് പറ്റുന്ന ഒരു പ്രായമല്ല ഇവരുടെ. കാരണം ഹാൻഡ് ഐ കോർഡിനേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 2026 കഴിയുമ്പോഴത്തേക്ക് ഒന്ന് ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർക്ക് തന്നെ പെർഫോമൻസ് തരാനായിട്ട് പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആർക്കും ഉറപ്പില്ല. ഇനി നമ്പർ ഓഫ് ODI മാച്ചസ് ഇന്ത്യ കളിക്കാനായിട്ട് പോകുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23 ODI മാച്ചസ് ആണ് ഇപ്പോൾ നമ്മുടെ ഫിക്ചറിലുള്ളത്. അതായത് 2027 ഏപ്രിൽ വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 23 അത് കഴിഞ്ഞിട്ട് പുതിയ ഫിക്ചേഴ്സ് വരുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഒരു 10 അല്ലെങ്കിൽ ഒരു 15 വേൾഡ് കപ്പ് ആ വർഷം ഉള്ളതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ODIs കൂടുതലായിരിക്കും. ഒരു മിനിമം 10 കൂടിയോ ഒരു 23 പ്ലസ് 33 ODI മത്സരങ്ങളാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുമ്പിൽ വേൾഡ് കപ്പിന് മുമ്പിൽ ഉള്ളത്. അതിൽ ഇപ്പോൾ ഒരെണ്ണം കഴിഞ്ഞു ഓസ്ട്രേലിയ ആയിട്ട്. അപ്പോൾ ആകെ തുകയായിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയാണ്. അതായത് 23 പ്ലസ് 10 33 ഒരു 30 കൂടിയോ ഒരു 30 ODI ഇന്ത്യക്ക് മുമ്പിൽ 2027 വേൾഡ് കപ്പിന് മുമ്പുണ്ട്. ഈ 30 ODI ഉള്ള സ്ഥിതിക്ക് ഇനി വരുന്ന, അതായത് ഈ വർഷം ഇനി 3 സീരീസ് ആണുള്ളത്. ഒന്ന് ഓസ്ട്രേലിയയുമായിട്ട്, പിന്നീട് സൗത്ത് ആഫ്രിക്കയുമായിട്ട്, ന്യൂസിലൻഡുമായിട്ട്. ഈ 3 സീരീസ് എങ്കിലും ഈ ഒരു സീനിയർ പ്ലേയേഴ്സിന് അവസരം കൊടുക്കാൻ ഇന്ത്യക്ക് ഉള്ള സ്പേസ് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവർ ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. പ്രത്യേകിച്ചും രോഹിത് ശർമ്മയൊക്കെ ആവറേജ് സാക്രിഫൈസ് ചെയ്തിട്ട് സ്ട്രൈക്ക് റേറ്റിന് വേണ്ടി, അതായത് ആദ്യം ഇറങ്ങി ഇന്ത്യയുടെ ഇപ്പോൾ 2021 വേൾഡ് കപ്പ് എടുത്താലും ചാമ്പ്യൻസ് ട്രോഫി എടുത്താലും എല്ലാം രോഹിത് ശർമ്മയൊക്കെ ആദ്യം ഇറങ്ങി അടിച്ച്, വേണമെന്നുണ്ടെങ്കിൽ രോഹിത് ശർമ്മയ്ക്ക് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് നോക്കി കളിക്കാമായിരുന്നു. പക്ഷേ ICC ടൂർണമെന്റ്സിൽ ഇന്ത്യക്ക് ആ ഒരു എന്താണോ ടീമിന് വേണ്ടത് ആ ആവശ്യങ്ങൾക്ക് വേണ്ടി രോഹിത് ശർമ്മ തൻ്റെ ആവറേജ് സാക്രിഫൈസ് ചെയ്തിട്ട് സ്ട്രൈക്ക് റേറ്റ് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയും പ്രഷർ സിറ്റുവേഷനിൽ ഇന്ത്യക്ക് വേണ്ടി ഡെലിവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3 സീരീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് അവർ ഡിസേർവ് ചെയ്യുന്നുണ്ട്. അവിടെ നമ്മുടെ ഈ 3 സീരീസിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് പ്ലസ് 2026 IPL പെർഫോമൻസ് നോക്കിയിട്ട് 2026 മറ്റ് ODI മത്സരങ്ങളിലേക്ക് ഇവരെ തീർച്ചയായിട്ടും പരിഗണിക്കാവുന്നതാണ്. അത് നോക്കിയിട്ട് പരിഗണിച്ചാൽ മതി, ഇല്ലാന്നാരും പറയുന്നില്ല. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു മാച്ച് പരാജയപ്പെട്ടപ്പോഴേ വിരാട് കോഹ്ലി വിരമിക്കണം, രോഹിത് ശർമ്മ വിരമിക്കണം എന്ന് പറയുന്നത് വളരെ സില്ലി ആയിട്ടുള്ള, വളരെ ചൈൽഡിഷ് ആയിട്ടുള്ളൊരു ആർഗ്യുമെൻ്റാണ്. അതൊരിക്കലും ഇന്ത്യൻ ടീം അല്ലെങ്കിൽ BCCI ചെയ്യത്തില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ ഈ സീരീസ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ അടുത്തൊരു സീരീസ് കഴിഞ്ഞിട്ടോ ഈ 3 സീരീസും അവർ കളിക്കട്ടെ. ആ 3 സീരീസും അവർ കളിച്ചിട്ട് അവരുടെ ഫിറ്റ്നസും അവരുടെ പെർഫോമൻസും അവർ പ്രൂവ് ചെയ്യട്ടെ. പിന്നീട് IPL വരുന്നുണ്ടല്ലോ, IPL കൂടെ കഴിയുമ്പോൾ ഏകദേശം സെലക്ടേഴ്സിന് ഒരു ഐഡിയ കിട്ടും ഇവർക്ക് കുറച്ചും കൂടെ ലോങ് റൺ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. എന്നിട്ട് അവരൊരു ഡിസിഷൻ എടുക്കട്ടെ. ആ ഒരു പോയിന്റിൽ ഡിസിഷൻ എടുക്കുന്നത് വളരെ നല്ല കാര്യമായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ത്യക്ക് ഒരു 20 ODI മത്സരങ്ങളുണ്ട്. ഇനി സായ് സുദർശനെ പരീക്ഷിക്കണോ, ജയ്സ്വാളിനെ പരീക്ഷിക്കണോ, സഞ്ജു സാംസനെ പരീക്ഷിക്കണോ, അഭിഷേക് ശർമ്മയെ പരീക്ഷിക്കണോ, ആരെ പരീക്ഷിക്കാനായാലും 20 to 25 ODIs അവിടെ നിന്ന് അങ്ങോട്ട് 2026 IPL ശേഷം ഇന്ത്യക്ക് കിട്ടും. അതുവരെ ഈ ലെജൻസിന് അവസരം തീർച്ചയായിട്ടും അവർ അർഹിക്കുന്നുണ്ട്. അവർ ഇന്ത്യൻ ടീമിന് കൊടുത്ത കോൺട്രിബ്യൂഷൻസ്, നമുക്ക് വേണ്ടി അവർ പെർഫോം ചെയ്ത് എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവരെ ഇപ്പോൾ ആവശ്യമില്ലാത്തൊരു പ്രഷറിലേക്ക് വിരമിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രഷറിലേക്ക് തള്ളിവിടുന്നത് അന്യായം തന്നെയാണ്. അവർ ഇനി വരുന്ന ഒരു 3 സീരീസ് അവർ പീസ്ഫുള്ളി കളിക്കട്ടെ. അവർക്ക് അവരുടെ ഫിറ്റ്നസും പെർഫോമൻസും കാണിക്കാനുള്ള അവസരം തീർച്ചയായിട്ടും കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം ഇത്രയും കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇങ്ങനെ 2 ലെജൻസിന് ഇത്രയെങ്കിലും, അതായത് ഈ വർഷം വരുന്ന സീരീസ് എല്ലാം എങ്കിലും ഡിസേർവ് ചെയ്യുന്നില്ലേ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു ക്രിക്കറ്റ് റിലേറ്റഡ് വീഡിയോയിൽ വീണ്ടും കാണുന്നിടം വരെ ബൈ.